ഈദുൽ അദ്ഹ അഥവാ ബക്രീദ്, അല്ലെങ്കിൽ ബലി പെരുന്നാൾ, അതുമല്ലെങ്കിൽ വലിയ പെരുന്നാൾ, ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ ഒരു വലിയ അവബോധം എല്ലാവർക്കും ഇല്ല. അത് കുറ്റമല്ല, അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും. ഇതിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു വലിയ ഐതിഹ്യത്തിലാണ് ഇത് തുടങ്ങുന്നത്. ഐതിഹ്യം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നബിയായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിമാരിൽ പെടുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ കാബയൊക്കെ പുനർനിർമ്മാണമൊക്കെ നടത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരു വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഒരു സ്വപ്ന ദർശനത്തിലൂടെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ നമ്മൾ പറയുന്നു, പ്രത്യക്ഷപ്പെട്ടിട്ട് ഇബ്രാഹിമെ, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പ്രായമുള്ളപ്പോഴാണ് ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകനായിട്ട് ഇദ്ദേഹത്തിന് ജനിച്ചു വരുന്നത്. അപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ വേറെ മക്കളൊന്നുമില്ല, വളരെ വാത്സല്യത്തോടു കൂടി വളർത്തുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. ജിബ്രീൽ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പറഞ്ഞു, അത് ഇബ്രാഹിം, നിൻ്റെ മകനെ അള്ളാഹുവിന് ബലി കൊടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്താജ്ഞയുണ്ടെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ആളാണ് ഇബ്രാഹിം നബി. അതായത് പണ്ട് സംസം കിണറുണ്ടാകുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അത് കൂടുതലായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇത് അതേപോലെ രണ്ടാമത്തെ ഒരു പരീക്ഷണമാണ് ഇത് ഏറ്റവും വലിയ പരീക്ഷണം. മകനെ, അതായത് വേറെ മക്കളൊന്നുമില്ല, ഇതുപോലെ ആറ്റുനൂറ്റിരുന്നുണ്ടായ ഒരു സന്തതിയാണ്, അതിന് ബലി കൊടുക്കണം. അപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല ഇബ്രാഹിം. അത് ഇസ്മായിൽ നബിയോട് അദ്ദേഹം പറഞ്ഞു, മോനെ, ഇങ്ങനെ എനിക്ക് ഒരു ദർശനമുണ്ടായി, നിന്നെ ബലി കൊടുക്കണം. അപ്പോൾ ആ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു സംഭാഷണം, അത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പോലും കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ആ പറഞ്ഞ ബാപ്പ, അത് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായെങ്കിൽ, അള്ളാഹുവിൻ്റെ ആജ്ഞയാണെങ്കിൽ നിർബന്ധമായിട്ടും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കണം, അതിന് വീഴ്ച വരുത്തരുത്, അതിന് സമയവും കളയരുത് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. പക്ഷെ അത് നടന്നില്ല. കാരണം സമയമായപ്പോൾ ഈ ദൈവിക ദർശനം തന്നെ ഉണ്ടാകുന്നു, അരുളപ്പാടുണ്ടാകുന്നു. ജിബ്രീൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിൻ്റെ ഈ ബലി അല്ലാഹു സ്വീകരിച്ചു, അതൊരാടിനെയാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ നബി പിന്നെ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുത്ര ബന്ധം, അതായത് പിതാവിൻ്റെ ആജ്ഞകളെ എല്ലാം അനുസരിക്കുക, അതുപടി അനുസരിക്കുന്ന ഒരു പുത്രൻ. സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്ന ഒരു പിതാവ്. ഇതാണ് നമ്മളിത് ഇവിടെ കാണാനുള്ളത്. ഇത് നമുക്ക് പഴയ ഒരു കഥയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും, ഇങ്ങനെ ഒരു ഐതിഹ്യമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നെങ്കിൽ പോലും, ഇതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് എന്താണ് ഇബ്രാഹിം, എന്താണ് ഇസ്മായിൽ എന്നൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളെല്ലാവരും, അതായത് ഏത് വർഗത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരായാലും നമ്മളെല്ലാം ഇബ്രാഹിമുമാരാണ്. കാരണം അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അതുപോലെ ഈ ഓരോ ഇബ്രാഹിമുമാർക്കും, അതായത് നമുക്കെല്ലാം ഇസ്മായിൽമാരുണ്ട്, ഒന്നിലധികം. ആ ഇസ്മായിൽമാരെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ധനമായിരിക്കും നമ്മുടെ ഇസ്മായിൽ എന്ന് പറയുന്നത്, നമ്മുടെ അന്തസ് ആയിരിക്കും നമ്മുടെ ഇസ്മായിൽ. അതേപോലെ തന്നെ നമ്മുടെ ഈഗോ എന്ന് പറയുമ്പോൾ അഹംബോധം, അതായിരിക്കും നമ്മുടെ ഇസ്മായിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാനമാനം അതായിരിക്കാം, നമ്മുടെ പദവി അതായിരിക്കാം നമ്മുടെ ഇസ്മായിൽ. ഇതുപോലെ പല പല ഇസ്മായിലുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കും. അത് ശരിയല്ല, ക്ഷണികമാണ് ഈ ഉടമസ്ഥാവകാശം. അതാണ് ഇതിൽ നിന്ന് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. നമ്മൾ ഇവിടെ യാത്രക്കാർ മാത്രമാണ് ഈ ലോകത്ത്. അതാരും ചിന്തിക്കാറില്ല പലപ്പോഴും. നമ്മളിങ്ങനെ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ പോകുന്നു, നമുക്ക് ഓരോ വലിയ വലിയ സ്ഥാനങ്ങൾ കാണുന്നു, നമ്മൾ ധാരാളം ധനം സമ്പാദിക്കുന്നു, പേര് സമ്പാദിക്കുന്നു, വലിയ വലിയ അന്തസ്സ് നമ്മൾ നേടിയെടുക്കുന്നു, നമുക്ക് അഹംബോധം നമുക്ക് കൂടുന്നു, അഹങ്കാരം കൂടുന്നു. ഇതൊക്കെ വരുമ്പോൾ അഹംഭാവം കൂടുന്നു. ഇതെല്ലാം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ദൈവം നമുക്ക് ഓരോ സമയങ്ങളിൽ തരുന്നതാണ്. ഇത് ക്ഷണികമാണ്,
ഇത് നമ്മുടെ വകയല്ല, ഇത് ദൈവത്തിൻ്റെ വകയാണ് എന്നുള്ളതാണ് ഇതിന്ന സന്ദേശം. ഇസ്മായിൽ ഇബ്രാഹിമിന് കൊടുത്ത പുത്രനാണെങ്കിൽ പോലും ഇബ്രാഹിമിനുള്ള ഉടമസ്ഥാവകാശത്തിൽ കൂടുതൽ ഉള്ളത് ദൈവത്തിനാണ് അതിൻ്റെ അവകാശം. അതാണ് നമുക്കിതിൽ നിന്ന് കാണാനുള്ളത്. അല്ലാതെ ഇത് വെറും ഒരു ചരിത്ര സംഭവമായിട്ട് മാത്രം എടുത്താൽ പോരാ നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് കാഴ്ചപ്പാട്, അതായത് ദൈവവിശ്വാസിയാണെങ്കിൽ, ഈശ്വര വിശ്വാസിയാണെങ്കിൽ, അല്ലാത്തവരെ കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നതെല്ലാം ഈശ്വരൻ്റെ വരദാനങ്ങളാണെന്ന് നമ്മളൊന്ന് കരുതണം. അതെന്നത്തേക്കൊന്നും ഇല്ല. അത് ഓരോ കാലഘട്ടങ്ങളിൽ അത് മാറിയും മറിഞ്ഞു ഇരിക്കും. ഇന്ന് എനിക്ക് വേണ്ട, ഇത് നിനക്ക് വേണ്ട, നിൻ്റെ ഈ പേര് നിനക്കല്ല വേണ്ടത്, വേറൊരാൾക്കാണ് ഇതേ പദവി വേണ്ടത് എന്ന് ദൈവം തീരുമാനിച്ചതാണ് എന്ന് നമ്മളൊന്ന് കരുതാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ ദൈവം തന്നതാണെന്നും അത് ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിച്ച് വേണം ഉപയോഗിക്കാനെന്നും നമ്മൾ പഠിക്കണം. അതാ വേണ്ടത്. അതായത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ സക്കാത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല, പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, ധനത്തെക്കുറിച്ച്. അതീ പറയുന്നത് ഞാൻ നിനക്ക് തന്ന ധനം നീ എൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കണമെന്നാണ്. അതായത് അത് ഇന്നാർക്ക് കൊടുക്കാം, മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്നെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ ചെറിയ ചെറിയ ഇൻ്റർപ്രിട്ടേഷനിലൂടെ ഇത് മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ആവത്തില്ല എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല അതിലെങ്കിലും പറഞ്ഞിട്ടില്ല. മനുഷ്യന് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ മനുഷ്യന് കൊടുക്കേണ്ടത് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണെന്നുള്ളത് അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മതി. അത് ഇന്ന മുസ്ലിം എന്നല്ല. ഇപ്പം സഞ്ചരിക്കുന്നവർക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അത് കൊടുക്കണം. പക്ഷേ ആ സഞ്ചാരി എന്ന് പറയുന്ന ആൾ മുസ്ലിം ആയിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം അവിടെ കണ്ടാണ് ഓരോരുത്തർ പഠിക്കുന്നത്. ഇതില്ലെങ്കിൽ മുസ്ലിം ആവത്തില്ല, മുസ്ലിമിന് കൊടുത്തില്ലെങ്കിൽ ആവുകയില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ മറിച്ച് പറയുന്ന ആളുകൾ ധാരാളമുണ്ട് ഇതിനകത്ത്. ഇത് ആ രീതിയിലുള്ള ഒരു വിശാലമായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം ഇതിന് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മളത് കാണണം, അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ നമ്മുടെ ലോകത്തിൽ, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും ഇതെന്ന് പറയുന്നത് ഇതൊക്കെ ഇതിനകത്തൊക്കെ പറയുന്നത് പലതും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഇത് നടപ്പാക്കി വരുമ്പം അത് ഇന്നാർക്കെന്ന് പറയുന്നില്ല. നിൻ്റെ അയൽപക്കത്ത് തീ പുകയാത്ത അടുപ്പുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ മണം വരുന്ന ആഹാര സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ മണം അപ്പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അവർ വിശപ്പ് വർദ്ധിക്കും. അതാ വേണ്ടത്. പിന്നെ ഒരു അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകനെ എടുക്കരുത്, അല്ലെങ്കിൽ മകളെ എടുക്കരുത്, അതിനെ താലോലിക്കരുത്. അതിൻ്റെ കാരണം ആ അനാഥ കുഞ്ഞിന് എന്തുമാത്രം സങ്കടം അതിൽ നിന്നുണ്ടാവും എന്നുള്ള കരുതലുണ്ടായിരുന്നു. ഇതെല്ലാം റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ആരും ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പിതൃപുത്ര ബന്ധം, അത് അത്രയും ഊഷ്മളമായ ഉദാത്തമായ ഒരു ബന്ധം, അതാണ് അവിടെ കാണിക്കുന്നത് ആ സംഭാഷണത്തിൽ നിന്ന്. അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കല്ല, ദൈവത്തിനാണ്. ഏത് സമയം വേണമെങ്കിലും ഇത് എടുത്ത് മാറ്റപ്പെടാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് അന്ന് ഒരു ആടിനെ ആണ് ബലി കൊടുക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ആടിനെ ബലി കൊടുക്കണം. ഈ ആടിനെ ബലി കൊടുക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ഹജ്ജ് കർമ്മത്തിൽ എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ സഫ മർവ എന്ന് പറയുന്ന 2 മലകൾ ഉണ്ട്. അതിപ്പം മലയൊന്നുമല്ല, അതൊക്കെ പള്ളിയാണ്. അതിനൊക്കെ ഇടനാണ്, ഒരു പാറ മാത്രമേ അതിൻ്റെ ഭാഗങ്ങളുണ്ട്. ഒരു സ്ഥലത്തൊരു ഭാഗമുണ്ട്, മറു സ്ഥലത്തൊരു ഭാഗമുണ്ട്. ഇത് തമ്മിൽ ഏതാണ്ടൊരു 800 മീറ്റർ അകലമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 7 വലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ആണുങ്ങളാണെങ്കിൽ ചെറുതായിട്ട് ഓടണം, അത് ചില ഭാഗങ്ങളിൽ, സ്ത്രീകളാണെങ്കിൽ അതിൽ നടന്നാൽ മതി. ഇത് പണ്ട് ഹാജറ ബീവി, അതായത് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ മണലാരണ്യത്തിലാണ്, വെള്ളമില്ല, പട്ടിണി, ഒന്നുമില്ല. അവസാനം ഈ കുഞ്ഞ് വെള്ളമില്ലാതെ വെള്ളം കുടിക്കാൻ വേണ്ടി കരയാണ്. അന്നേരം കാലിട്ട് അടിച്ചപ്പോഴാണ് അവിടെ ഈ സംസം എന്ന് പറയുന്ന ആ ഉറവ പൊങ്ങി വരുന്നത്. അവസാനം ഇവർ മതിവോളം ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല. അതിന് സംസം, അതായത് മതി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംസം എന്നുള്ള പേരത് വരാൻ കാരണം. ഇത് ഇന്ന് ആ വെള്ളമുണ്ടല്ലോ ലോകത്ത് എവിടെയൊക്കെ കൊണ്ടുവന്നതയോ, ഓരോ ഹാജിമാരും
അതുപോലെ ഉംറയ്ക്ക് പോകുന്നവരും 10 10 20 ലിറ്ററിൻ്റെ, അതായത് ഓരോ ക്യാൻ 10 ലിറ്റർ വീതമുള്ള ഓരോ ക്യാൻ വെള്ളം അത് കൊണ്ടുവരും. അപ്പോൾ ഈ എത്ര 35 ലക്ഷം ഹാജിമാരുണ്ടെങ്കിൽ ഈ 35 ലക്ഷം പേരും ഈ 2 ക്യാൻ ഇതുപോലെ കൊണ്ടുപോവുകയാണ് ഓരോ രാജ്യങ്ങളിലേക്ക്, ഓരോ സ്ഥലങ്ങളിലേക്ക്. ഇപ്പോഴും ഞാൻ പല പ്രാവശ്യം കൊണ്ടുവന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് കുറേശ്ശെ ഉപയോഗിക്കും. അപ്പോൾ ആ വെള്ളം എത്ര നാളിരുന്നാലും അത് ചീത്തയാവത്തില്ല. മാത്രമല്ല, മക്ക ടൗൺ ഉണ്ടല്ലോ, അത് മുഴുവനും സൗദിയുടെ തന്നെ മിക്കവാറും പല ഭാഗങ്ങളിലും ഈ മുഴുവൻ കൊടുക്കുന്നത്, ഈ സപ്ലൈ ചെയ്ത വെള്ളം ഇതാണ്. അതായത് ഈ 24 മണിക്കൂറും ഇതിൽ എത്രയോ മോട്ടറുകളാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംസം കിണറിൽ. ആദ്യമൊക്കെ ഞാൻ പോയപ്പോൾ ഈ കിണർ കാണാമായിരുന്നു. ഇപ്പോൾ ഈ കിണർ കാണാൻ പറ്റുന്നില്ല, കാരണം അവിടെ മോട്ടറുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. കാരണം ആ ഭാഗം കൂടെ ഹറമായിട്ട് അങ്ങ് മാറ്റി എടുത്തേക്കാണ് ആ ഭാഗവും. അപ്പോൾ ഈ വെള്ളം, അതായത് ഈ ചരിത്രം പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ ഹാജിമാർക്ക് നിർബന്ധമായിട്ടും ഈ സംസം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചടങ്ങാണ്, ഉംറയുടെ തന്നെ ഒരു ചടങ്ങാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഒരു ഭാഗമാണ്, മെയിൻ ഭാഗമാണ്. അതിൻ്റെ ഒരു ചടങ്ങാണ്, അതിലുള്ള ഒരു നടപടിയാണ് ഈ സഫ മർവയുടെ മലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം നടത്തും. അത് പണ്ട് ഈ വെള്ളം അന്വേഷിച്ചിട്ട് ഈ ഇസ്മായിൽ നബിയുടെ മാതാവ് ഹജറ ബീവി ഓടി നടന്നതാണത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് അത് ചെയ്യുന്നത്. അതേപോലാണ് അവസാനത്തെ നടപടിയായിട്ടുള്ള ഈ ബലി കൊടുക്കൽ. ആടിനെ ബലി കൊടുക്കുന്നുണ്ട്. ആടിനെ ആ ബലി കൊടുക്കുന്നത് പട്ടിണി കിടക്കുന്ന പല രാജ്യങ്ങളിലേക്കും അത് അവിടെ മുഴുവൻ കയറ്റി അയക്കുകയാണ്. അവിടെ ആരും ഉപയോഗിക്കാറില്ലത്. ആ രീതിയിലാണ്, അത്രത്തോളം ആടുകളെ ബലി കൊടുക്കും. അതായത് ഓരോ ഹാജി ഇത് കൊടുക്കണം. അപ്പോൾ ഈ 35 ലക്ഷം ഹാജിമാരുണ്ടെങ്കിൽ എത്ര ആടുകളെ വേണം? 35 ലക്ഷം ആടുകളെ അവിടെ ബലി കൊടുക്കും. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കും. ആ കൊടുക്കുന്നത് മുഴുവൻ അത് പാക്ക് ചെയ്ത് നല്ല ടിന്നിൽ വളരെ നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്തിട്ട് റെഡിയാക്കിയാണ് നല്ല നീറ്റായിട്ട് അയക്കുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ. അങ്ങനെ ആളുകളുടെ പട്ടിണി, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമ. അതിന്നില്ലാത്തത് അതാണ്. ക്ഷമയില്ല, ആർക്കും ക്ഷമയില്ല. ഒരാൾ പറയുന്നത് കേൾക്കാൻ പോലും ക്ഷമയില്ല. ഓരോ ഹാജിയും ഈ ഹറം, അതായത് കാബ ലക്ഷ്യമാക്കി ആണ് പോകുന്നത്. അതായത് ഒരു ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് എല്ലാ ഹാജിമാരും ഈ കാബ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എത്ര പണമുള്ള ഒരാളും വിചാരിച്ചാലും ഹജ്ജിന് പോകാൻ എപ്പോഴും പറ്റണമെന്നില്ല ഒരിക്കലും. പണമൊന്നും ഇതിന് വലിയൊരു പ്രശ്നമല്ല. കാരണം പണം എത്ര കൂട്ടി വെച്ചിരുന്നാലും അവിടുന്ന്, അതായത് നാഥൻ്റെ വിളി കേട്ട്, നാഥ നീ എന്നെ വിളിച്ചു, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാണ് അത് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വിളി ഉണ്ടാവണം. ആ വിളി കേട്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ വിളി വന്നേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ എത്ര വിചാരിച്ചാലും പോകാൻ പറ്റുകയില്ല. ഞാൻ ആദ്യം ഒരിക്കൽ ഉംറയ്ക്ക് പോകാനായിട്ട് ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് ഷാർജയിൽ പോയിട്ട് അവിടെ നിന്ന് ഉംറയ്ക്ക് പോകാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഷാർജ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. മക്കയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് അവിടെ ആരും കയറ്റുന്നില്ല, അവിടെ നിരോധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് നിരാശരായിട്ട് മടങ്ങേണ്ടതായിട്ട് വന്നു. ആദ്യം പോകാൻ പറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര വിചാരിച്ചാലും അവിടെ പോകണമെന്ന് വിചാരിച്ചാൽ അവിടെ വിചാരിച്ച സമയത്ത്, അവിടെ ദൈവം വിചാരിക്കുന്ന സമയത്തല്ലാതെ അവിടെ പോകാൻ പറ്റില്ല. തിരികെ വന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉംറയ്ക്ക് പോകാൻ പറ്റി. ഞങ്ങൾ പോയി. അന്ന് മക്കളെ കൊണ്ടാണ് പോയത്. ഇതിപ്പോൾ എന്നെ ഞാനും ഭാര്യയായിട്ട് പോയി. അത് പല പ്രാവശ്യം പോയി. അത് കഴിഞ്ഞ് 2017 ഹജ്ജിന് പോയത്. അതിനുവേണ്ടി നിയ്യത്തൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഇഹ്റാം കെട്ടി യാത്ര ചെയ്യുകയാണ്. അതായത് ഈ ഇഹ്റാം എന്ന് പറയുന്ന വസ്ത്രം എന്ന് പറയുന്നത്, ഈ പുരുഷന്മാർ ധരിക്കേണ്ട വസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 പീസ് വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. ഒരു മുണ്ടെടുക്കണം. മുണ്ടെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മുട്ടിന് താഴെ നിൽക്കും, കുറച്ച് അതിന് വലിയതല്ല, വലിപ്പമുള്ളതല്ല, കൊടുക്കും. അതിന് താഴെ തയ്ച്ച വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു വസ്ത്രവും തയ്ച്ചത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ വലിപ്പമുള്ള ഒരു സാധനം തന്നെ നമുക്ക് വെള്ള പുതയ്ക്കാനുള്ളതും, അതായത് ഈ ചുമല് മറയ്ക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു വസ്ത്രം. ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ യാത്രയിലെല്ലാം ഉടനീളം ഇതാണ് പോകേണ്ടത്.
അപ്പോൾ ഇത് അവിടെ ചെന്നു. അവിടെ ഞങ്ങൾ ഇതുപോലെ പിന്നെ ഇതിന് പോകുമ്പോൾ തന്നെ നമ്മളിത് മനസ്സിലാക്കണം. ഇത് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം പോകാൻ. അതായത് വളരെ വളരെ ക്ഷമ വേണ്ടതാണ്. അതായത് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ക്ഷമയാണ്. അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന് വേണ്ടതായിട്ട് ഇതിൽ പറഞ്ഞേക്കുന്നത്, ഖുർആൻ പറഞ്ഞേക്കുന്നത് ക്ഷമയാണ്. ക്ഷമ ഏത് കാര്യത്തിലും ഉള്ള ഒരു ക്ഷമ അത് നമുക്ക് വേണം. അതായത് ആവശ്യമില്ലാത്ത വെപ്രാളമോ വിരോധമോ വൈരാഗ്യമോ ദേഷ്യമോ ഇതൊന്നും പാടില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ മന്ത്രം ഉരുവിട്ട് ഞങ്ങൾ ഇതുപോലെ പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഈ ക്ഷമ നമ്മളെ അവർ പഠിപ്പിക്കും കേട്ടോ, നന്നായിട്ട്. കാരണം അവിടെ അങ്ങനെയാണ്, ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയാൽ പണ്ട് ഉംറയ്ക്ക് പോയപ്പോഴാണെങ്കിൽ ഒരുപാട് താമസം വന്നു. ഒരു കാര്യവുമില്ലാതുള്ള താമസമാണ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് തോന്നും, ഒരു ദേഷ്യം നമുക്ക് മനസ്സിൽ തോന്നും, എന്തിനാണ് നമ്മളെ ഇങ്ങനെ മെനക്കെടുത്തുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ കാര്യമില്ല. കാരണം അത് അങ്ങനെ സഹിച്ചേ മാർഗമുള്ളൂ, വേറെ യാതൊരു കാര്യമില്ല. കാരണം ഇത് അവിടെ ഉള്ളൂ, വേറെ എങ്ങും ഇല്ലല്ലോ ലോകത്ത്. അത് കാരണം അനങ്ങാതെ അവിടെ പോകുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ പോകണം. അത് യഥാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഈ ക്ഷമ മനുഷ്യനെ. അത് ഞങ്ങൾ അവിടെ പോയി. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഇമിഗ്രേഷനിലൊന്നും ഒരു താമസവും വന്നില്ല. പെട്ടെന്ന് തന്നെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു. ഞങ്ങളങ്ങ് വെളിയിലിറങ്ങി കഴിഞ്ഞെന്തെന്നറിയും, അവിടുന്ന് പോകുന്നതൊക്കെ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. അതിന് നമ്മളെ കൊണ്ടുപോകേണ്ട ആളുകൾ വേറെയുണ്ട്. ഇതൊക്കെ അതിന് വേണ്ടി ഞങ്ങൾ അവിടെ ഏതാണ്ടൊരു കൂടുതൽ സമയം, ഒരു 5 മണിക്കൂർ ഇരുന്ന് കാണും. എയർപോർട്ടിന് വെളിയിൽ ഇരിക്കുകയാണ് 5 മണിക്കൂർ. നല്ല ചൂടുമാണ്. 5 മണിക്കൂർ അവിടെ ഇരുന്ന് സഹിച്ചേ മാർഗമുള്ളൂ. അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ നല്ല AC ബസ്സൊക്കെ തന്നെയാണ് അത് വരുന്നു. അതിൽ കയറി ആ ബസ് വന്നിട്ട് ഇത് ഇഴഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ. ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയാണ് അത്. സാധാരണഗതിയിൽ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് ചെല്ലും. ഇത് വീണ്ടും ഒരു 5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് എടുത്ത് കാണും. അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഫ്രൂട്ട്സും അതുപോലെ ഈ ഈന്തപ്പഴവും ഇതൊക്കെ കൊണ്ടു തന്നു. വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ കോപ്പിയൊക്കെ തരുന്നു. മുറിയിലേക്ക് കൊണ്ടുപോയി. നല്ല 5 സ്റ്റാർ ഫെസിലിറ്റി, 5 സ്റ്റാർ റൂമാണ്. അതാണ് താമസിച്ചു. അതിൻ്റെ അന്ന് തന്നെ അന്നിപ്പോൾ അപ്പോഴത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് തലേന്ന് തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ നമസ്കാരമൊക്കെ പോയി, പള്ളിയിലേക്ക് അന്നേരം പള്ളിയിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞു. ഹറം ആദ്യം കാബ കാണുമ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു കോരിത്തെരിപ്പാണ് ആദ്യം കാണുമ്പോൾ. കാരണം ഇത് പടത്തിൽ കാണുന്ന ഒരു സാധനമാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം കാണുന്നില്ല. നേരെ വന്ന് ആ ഗേറ്റിലൂടെ നേരെ കയറി ആ ഹറമിനകത്തേക്ക് പ്രവേശിച്ച് നമ്മുടെ മുമ്പിൽ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളിൽ സ്വപ്നത്തിൽ കാണുന്ന ഒരു തോന്നലാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ നിയത്തം ചെയ്ത് കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എത്ര ദിവസം നമ്മളവിടെ ഉണ്ടോ, നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങളോ ബാക്കി ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഈ വീടൊക്കെ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് പോയേക്കാണ്. അല്ലാതെ ഇവിടെ ഒന്നുമില്ല, നമ്മളൊന്നും ചിന്തിക്കത്തില്ല. മക്കളുടെ കാര്യം ആലോചിക്കത്തില്ല, ഒരു കാര്യവും നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് ചെന്ന് വരികയാണ്. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ വരുന്നത്. നമുക്ക് ആദ്യം അതിനകത്ത് നമ്മൾ ഈ കാബയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ തവാഫ് ചെയ്യാന്ന് പറയും. അതായത് ഇതിനെ വലം വെക്കും. 7 വലത് നമ്മളിങ്ങനെ ചുറ്റും നടക്കും. അത് ഈ കാബയോടെ ചേർന്ന് നടന്നു കഴിഞ്ഞാൽ അതായത് വളരെ അടുത്തൂടെ ഒന്നും ചെല്ലാൻ ഒക്കത്തില്ല. അതുപോലുള്ള തിരക്കാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ആ ചലനം നിൽക്കാറില്ല. എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, വളരെ കുറച്ചങ്ങ് അടുത്തൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരു 300-400 മീറ്ററേ കാണുള്ളൂ. പക്ഷേ ഇതിൻ്റെ പെരിഫറി കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ 400 മീറ്റർ എന്ന് പറയുന്ന ഒരു 2 കിലോമീറ്റർ വരും. അത് പള്ളിക്കകത്തൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ചുറ്റുമുള്ള നമ്മുടെ പള്ളിയുടെ അതിനകത്തൂടെ നടക്കാൻ. അതിൽ കൂടെ നടക്കുകയാണെങ്കിൽ ഒരു വലത്തെന്ന് പറയുന്ന ഒരു 6 കിലോമീറ്റർ എങ്കിലും വരും. അങ്ങനെ 7 വലത്ത് നടക്കണം. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങി നടക്കുന്ന മത്താഫ് എന്ന് പറയും ഈ താഴെ ഇറങ്ങുന്നത്, അതിനകത്തോട്. പക്ഷെ ഇത് ഇത്രത്തോളം സൂര്യൻ ജ്വലിച്ചുയർന്ന് നിന്നാലും ഉണ്ടല്ലോ, ആ തറയ്ക്ക് വലിയ തണുപ്പാണ്. മുഴുവൻ മാർബിളാണ്.
എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഴുക്കൊന്നും പറ്റാറില്ല, കാരണം എല്ലാവരും നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും വരുന്നതല്ലേ, അതൊന്നുമില്ല. പോവാണ്. ഇത് അതുപോലുള്ള തിരക്കാണ് നമുക്ക്. ആ ഒരു തിരക്ക്, ആ തിരക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണ്, എപ്പോഴും അതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ആളുകൾ വന്നാൽ ഇത് എങ്ങനെ ഇറങ്ങുമെന്ന്. വീണ്ടും വന്നാലും അവിടെ ഇറങ്ങും, ഒരു കുഴപ്പമില്ല, അതിനകത്ത് ഇറങ്ങും. അതിനകത്ത് അതിനുള്ള സ്ഥലമുണ്ട്, എത്ര പേരായാലും. ഈ രീതിയിൽ നമ്മൾ ആ ഉംറ കഴിയും. ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സംസം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഈ സഫ മർവ, അവിടെ ആ മലകളുടെ ഇടയിൽ ഒരു 7 വലത്ത് ഇതുപോലുണ്ട്. അത് ഇത്രയാണ് നടക്കുന്നത്. അത് നടക്കാൻ വയ്യാത്ത ആൾക്ക് വീൽ ചെയർ കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തള്ളിക്കൊണ്ട് പോകാനൊക്കെ ആളുണ്ട്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അത് അവർ വന്ന് കൊണ്ടുപോകും. അത് തന്നെ ഒരു 4 നിലയിലാണ് ഈ വഴി. ഈ സഫ മർവയിൽ പോകാനായിട്ട് 4 നിലയിൽ കൂടെ പോകാം നമുക്ക്. അപ്പോൾ അത് ഞാൻ ഏറ്റവും അടിയിലത്തെ പ്രിഫർ ചെയ്തത്, അത് എളുപ്പമാണ്, തിരക്ക് കുറവാണ്. അത് ഞാൻ പിന്നെ കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ വലിയ തിരക്കാണ് മുകളിലൊക്കെ. ഇതാകുമ്പോൾ ആ തിരക്കൊന്നുമില്ല, സുഖമാണ്. ഞങ്ങൾ 2 ഉംറയൊക്കെ ചെയ്ത ദിവസങ്ങളുണ്ട്. അത് പല പ്രാവശ്യം പല ദിവസങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവസാന ദിവസം ചെയ്തു 2 ഉംറ. അപ്പോൾ ഈ 2 ഉംറ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ ഒരു മാനുവൽ ലേബറാണ്. നമ്മൾ ഏതാണ്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒരു ഉംറ വേണമെങ്കിൽ ഒരു 15 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ നടക്കും. ഇപ്പോൾ 2 ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റേഴ്സ് കാണും. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടുത്തെ പ്രത്യേകത ഏതാണ് ആ സ്ഥലത്തിൻ്റെ, നമ്മളത് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഈ ഈ തവാഫ് ഇതുപോലെ ഉംറകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകേണ്ടത്, ഈ ഹജ്ജിൻ്റെ ആ പരിസമാപ്തി അങ്ങോട്ടാവുന്ന സമയത്തേക്ക് പോകേണ്ടത് മിനായിലേക്കാണ്. മിന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എല്ലാം ഈ ടെൻറ്റുകളാണ് അടിച്ച് മുഴുവൻ, നല്ല ടെൻറ്റുകൾ. ആ ടെൻറ്റുകളൊക്കെ AC ചെയ്തതാണ്, അല്ലാതെ അവിടെ നടക്കാൻ പറ്റത്തില്ലല്ലോ. AC ചെയ്ത് ടെൻറ്റുകളാണെല്ലാം, നല്ല ടെൻറ്റുകളാണ്. അതിനകത്ത് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന കസേര പോലുള്ള കസേരയാണ് ഓരോരുത്തർക്കും തന്നേക്കുന്നത്. അതിനകത്ത് ഞങ്ങളുടെ ടെൻറ്റിൽ അന്ന് ഞങ്ങളൊരു 20 പേരുണ്ട്. കാരണം ഒരു 10 പേര് ഈ ലൈൻ, അതേപോലെ എതിർവശത്ത് ഒരു 10 പേര് അവിടെ ലൈൻ. അപ്പോൾ അതിനകത്ത് ബാക്കി പുതപ്പൊക്കെ തന്നിട്ടുണ്ട്. നല്ല AC അതിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുമ്പോട്ടൊന്ന് നീങ്ങുമ്പോൾ ഈ ചെയർ നേരെ അങ്ങ് ബെഡാവും വന്നിട്ട്. പക്ഷെ ബെഡായി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയും, ഇതിൻ്റെ 2 സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ ഉയർന്നിരിക്കും. നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ആളുടെ, അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് നമ്മൾ കാല് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒതുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് എന്തെന്നറിയും, നമ്മൾ ഈ ഖബറിൽ, ഈ പള്ളിയിൽ അടക്കാനായിട്ട് ഖബർ ഉണ്ടാക്കുമല്ലോ, അതിനകത്ത് കഷ്ടിച്ചൊരാൾക്ക് കിടക്കാനുള്ള വീതി മാത്രം, അതേ അളവാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിഞ്ഞു കിടക്കാനൊന്നും ഒക്കത്തില്ല. 3 ദിവസം അവിടെ കിടക്കണം. അതൊരു വലിയ ചടങ്ങാണ്. ഈ 3 ദിവസം കിടക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട്, അതാ ഞാൻ പറഞ്ഞത്, സകല ക്ഷമയും നമ്മൾ പഠിച്ചിരിക്കും ഈ 3 ദിവസം കിടക്കുമ്പോൾ. തിരിയാനും അറിയാനും ഒന്നും മാർഗമില്ല, ചരിഞ്ഞ് കിടക്കാൻ ഒക്കുന്നില്ല, ഇങ്ങനെ നേരെ ഇങ്ങനെ കിടക്കണം. അങ്ങനെ കിടന്നു പോവും, വേറെ കാര്യമില്ല, വേറെ മാർഗമില്ലല്ലോ. ഇടയ്ക്ക് നമസ്കരിക്കാനുള്ള സമയത്ത് എഴുന്നേക്കും. ഭക്ഷണം കഴിക്കാൻ പോകാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാം. നമുക്ക് പിന്നെ ഉള്ളത് ഇതിങ്ങനെ 3 ദിവസം ഇതിങ്ങനെ കഴിയണം. ഈ 3 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ഈ അറഫ സംഗമത്തിനായിട്ട് പോകുന്നത്. ഈ അറഫ സംഗമത്തിന് പോകുമ്പോൾ അപ്പോൾ അവിടെ ഇതേപോലെ തിരക്കാണ്. അതായത് ഈ ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ട് ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ ഈ അറഫ മൈതാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ. അറഫ മൈതാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് മൈതാനമൊന്നും അല്ല, നമ്മൾ സാധാരണ കാണുന്ന ഒരു മൈതാനമല്ല. അത് വളരെ അൺഈവനായിട്ടുള്ള സർഫസാണ്. അതായത് വലിയൊരു കുന്നും മലയായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് നമ്മൾ കയറി നമുക്ക് പോവാം. അതിനകത്ത് അവിടെ ടെൻ്റുണ്ട്, ഇതേപോലെ ടെൻറ്റുകൾ ഉണ്ട്, പല ഭാഗങ്ങളിലായിട്ട് ടെൻറ്റുകളുണ്ട്. പക്ഷേ അറഫ നമുക്ക് ഇറങ്ങി നിന്ന് നമ്മൾ അവിടാണ് വിളിക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ബന്ധപ്പാടോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നേരെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നടക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. ആ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ വളരെ വലിയ വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ ഒക്കത്തിൻ്റെ ചൂട്. പിന്നെ അവിടെ നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലത്ത്
അവർ ഇവിടുന്ന് ഈ വേപ്പിൻ്റെ തൈകൾ അവിടെ പ്ലാന്റ് ചെയ്യാൻ കൊടുത്തയച്ചു. ആ വേപ്പിൻ്റെ തൈകളെന്ന് പറയുന്നത് ഒരുപാടെണ്ണം നട്ടിട്ടുണ്ട്. ഏതാണ്ട് ആ വേപ്പ് അത് വളർന്നു നിൽപ്പുണ്ട്. പക്ഷേ അതിന് ഇല നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല തിക്കായിട്ടുള്ളതൊന്നും അല്ല. അതുകൊണ്ട് അതിൻ്റെ തണലൊക്കെ വളരെ കുറവാണ്. എന്നാലും തണലുണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ കുടയും പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പകല്. അവിടെ പകൽ മാത്രമാണ് അവിടെ നിൽക്കേണ്ടത് എയർഫായിൽ. രാത്രി അവിടെ നിൽക്കാൻ പാടില്ല. സന്ധ്യ ആവുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. അതാണ്. അപ്പോൾ നോക്ക്, സന്ധ്യ ആവാറാകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നറിയോ? മുഴുവൻ AC ഓഫ് ആവുക, മുഴുവൻ ലൈറ്റ് എല്ലാം കെടുക, ഒന്നുമില്ല. കാരണം പിന്നെ അവിടെ ആരും നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഈ ചടങ്ങ് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ബസ്സിലേക്ക് കയറുന്നു. പിന്നെ മുസ്തലിഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ട്. അവിടെ ഒരു മൈതാനം പോലുള്ള, അത് കുറച്ച് മൈതാനമാണ്. പക്ഷേ അതും അണ്ണീമനാണ്. ഈ തറയൊക്കെ കുന്നും കുഴിയൊക്കെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ പോയിട്ട് അവിടുന്ന് ഈ കല്ലുകൾ ശേഖരിക്കണം. ജംറയിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കാനുണ്ട്. അത് ശേഖരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ വലിയ കമ്പളമൊക്കെ അവർ വിരിച്ച് നമുക്ക് കിടക്കാനൊക്കെ ആയിട്ടുള്ള കിടക്കകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഈ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പോലെ മുതുക് പൊങ്ങിയിരിക്കും ചിലപ്പോൾ. ആ രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളെ കിട്ടുള്ളൂ. അവിടെ ഒരു 3 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മളവിടെ കഴിയണമെന്നുള്ളതാണ്. അതവിടെ പാർക്കണം എന്നുള്ളതാണ് വന്നേക്കുന്നത്. 3 മണിക്കൂറല്ല, 4 മണിക്കൂർ അവിടെ പാർക്കണം. അങ്ങനെ ഞങ്ങളവിടെ കിടന്നു. ഈ ആകാശം നോക്കി അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. നക്ഷത്രങ്ങളല്ലാതെ വേറൊന്നും കാണാനില്ലല്ലോ. അവിടെ ഇങ്ങനെ കിടക്കുന്ന എത്ര പേരാണ്? ഈ പറയുന്ന 35 ലക്ഷം ആളുകളായി കിടക്കുന്നത്. അവിടെ നമുക്ക് നമ്മളെവിടാണെന്നോ ഒരു അസ്തിത്വമൊന്നും ഇല്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെവിടെ ആണെന്നോ എന്താണെന്നോ, അതാ ഞാൻ പറഞ്ഞത്, വല്ലാത്ത ഒരു പ്രത്യേക ലോകമാണ്. എല്ലാ ആളുകളും, അതായത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരികയാണ്. ആ വരുന്നവർ അതിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട്, വെളുത്തവരുണ്ട്, തവിട്ട് നിറമുള്ളവരുണ്ട്, പല വിഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്. അതിൽ ഈ കറുത്ത വലിയ തടിയന്മാർ വരുന്ന ചിലർ ഭയങ്കര വളരെ അവരുടെ തോള് വരെ കാണുള്ളൂ, തോള് വരെ പോലും കാണത്തില്ല. ഇവർ വന്ന് എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ തവാഫ് ചെയ്യുമ്പോഴൊക്കെ ഇവർ ഇടിച്ചു പറിച്ചുകൊണ്ടങ്ങ് പോവും. കാലയിലൊക്കെ ചവിട്ടി തേച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അവർ വലിയ ശ്രദ്ധയൊന്നും കാണിക്കാറില്ല. പക്ഷേ അതൊക്കെ നമ്മൾ ക്ഷമാപൂർവ്വം സഹിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അവിടെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചു കൊള്ളാനോ അടിക്കാനോ ഒന്നും ആരും പോകത്തില്ല. ഒന്നും നടക്കത്തില്ല. ഒരു യാതൊരു വിധത്തിലുള്ള ഒച്ചപ്പാടോ ഒന്നും അവിടെ നടക്കുക, പ്രാർത്ഥനയല്ലാതെ. ഇതേപോലൊക്കെ ഉള്ള ബഹളമൊക്കെ ഉണ്ടെങ്കിലും, ഇതുപോലെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു സംഭവം വേറെ നടക്കത്തില്ല. അതിന് പ്രതികരണം ഒന്നുമില്ല. ആരും പ്രതികരിക്കത്തില്ല. പക്ഷേ ഇവരിങ്ങനെ ചില മുട്ടാളന്മാർ ഇതുപോലെ നടക്കുന്നവരുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ വളരെയധികം നമുക്ക് കഷ്ടപ്പാട് വരും. അവരടുത്ത് വന്നാൽ അവരങ്ങ് നമ്മൾ മാറി നടന്നുകൊണ്ട് അല്പമെങ്കിലും, ഇല്ലെങ്കിൽ ഇവരുടെ കൈ കൊണ്ടൊരു ഇടി കിട്ടിയാൽ മതി. ഇങ്ങനെ മുട്ട് വെച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതി സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ആളുകൾ വരുന്ന ഇന്തോനേഷ്യയിൽ നിന്ന്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അവർ വരുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ മാല പോലെ പരസ്പരം ഇങ്ങനെ തോളെ പിടിച്ചോണ്ട് ഒരൊറ്റ പോക്കാണ് ഇങ്ങനെ പോകുന്നത്, കറങ്ങുന്നത്. അതിനിടെ ആർക്കും കയറാൻ ഒക്കത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു വീതം വെപ്പാണ്. ഇവിടുന്നുള്ള ഭാഗം അപ്പുറത്തേക്ക് നമുക്ക് കയറാനേ പറ്റത്തില്ല. ഇവർ പോയി കഴിഞ്ഞാൽ, ഈ വണ്ടി പോയി കഴിഞ്ഞാലല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് ഒരു 10-100 പേര് അങ്ങനെ പോകാൻ കാണും. ഒരൊറ്റ മാല പോലെ കൂറത്തോലെ പോവും. ഉയരം കുറഞ്ഞ ആളുകളാണ് അവർ, സ്ത്രീകളാണ്. അവർ പ്രത്യേകിച്ചും വളരെ ചെറുപ്പത്തിലേ തന്നെ അവിടെ ഈ വിവാഹത്തിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹജ്ജാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടികളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഹജ്ജിന് വരും. അവർ വന്ന് ഇതേപോലെയാണ് അവരുടെ പോക്ക്, ഈ യാത്ര. അതൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത് ഒരുപാട് കാണാനുണ്ട്, പഠിക്കാനും ഉണ്ട് ഇതിനകത്ത്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പാർക്കാനായിട്ട് അവിടെ മുസ്തലിഫയിൽ പോയി അവിടെ കിടന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് ഞങ്ങളുടെ ഈ തമ്പുകൾ പിന്നെ മിനായിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പക്ഷേ അതിനടുത്തായത് ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ നടന്നാൽ മതി. പക്ഷേ ഈ 2 കിലോമീറ്റർ നടക്കാതെ ബസ്സിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ഒരു 5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നടന്നത് ആ ഒരു പാലത്തിലൂടെ നമുക്ക് നടന്നൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടെത്താം. നേരത്തെ തന്നെ അവിടെ ചെന്നു കഴിഞ്ഞ് പിന്നെ
അതോടുകൂടി യഥാർത്ഥത്തിൽ ഹജ്ജ് തീർന്നു എന്നുള്ളതാണ്. അതായത് ഈ അറഫ എന്ന് പറയുന്നതാണ് ഹജ്ജ്. അറഫ എന്ന് പറയുന്ന അവിടെ നമ്മൾ കൂടുന്നത് ഒരു വളരെ ഒരു അറഫയിൽ ഒരു 3 മിനിറ്റെങ്കിലും നിന്നാൽ മതി, ഹജ്ജായി. അറഫയിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹജ്ജ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹജ്ജുകാർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ അറഫ വരെ അവരെ ആരോഗ്യം പിടിച്ചു നിർത്തുന്നുള്ളതാണ്. എനിക്കൊക്കെ വളരെ വലിയ പനി പിടിച്ചു, എൻ്റെ ശബ്ദം മുഴുവൻ പോയി. പക്ഷേ അതൊക്കെ റീഗൻ ചെയ്തു. ഈ അറഫയുടെ സമയത്തും നല്ല പനിയാണ്. പക്ഷേ ഞാൻ ആ വെയിലത്ത് ഈ കുടയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നെന്നുള്ളത് ശരിയാണ്. നിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നത് ഈ 3 മിനിറ്റൊന്നും അല്ല, ഏതാണ്ടൊരു 5-6 മണിക്കൂർ, 4-5 മണിക്കൂറെങ്കിലും നിന്ന് കാണും. അതുകൊണ്ട് നിന്നിട്ടുണ്ട്. അതൊരു വലിയൊരു വലിയ അനുഭവമാണ്. അതോടുകൂടി ഹജ്ജ് തീർന്നു. ഈ മിനായിൽ നമ്മൾ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഉള്ള ഒരു ചടങ്ങെന്ന് പറയുന്നതാണ് വളരെ പ്രശ്നമുള്ള ഒരു കാര്യം. ഈ കല്ലെറിയൽ ചടങ്ങുണ്ട്. ഈ ജുംറയിൽ പോയി 3 പ്രാവശ്യം പോയിട്ട് കല്ലെറിയും. അപ്പം അവിടെ പില്ലറുകളാണ് നിർത്തിയേക്കുന്നത്. അതിലേക്ക് നമ്മൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ എറിയുക എന്നുള്ളതുള്ളൂ, അല്ലാതെ കല്ലെടുത്ത് എറിഞ്ഞ് ഒന്നും അല്ല. അതായത് നമ്മൾ ഈ പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എല്ലാ ഈവിളിനെയും നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കുക. അതാ പ്രതീകാത്മകമാണെന്ന് ഞാൻ പറഞ്ഞു. അതാ നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിലുള്ള പിശാച് എന്ന് പറയുന്നത് ഈവിളാണ്. അതൊക്കെ ആ ദുഷ്ടശക്തികളെയൊക്കെ, അത് നമ്മുടെ ദുഷ്ടതയൊക്കെ നമ്മൾ എറിഞ്ഞു ഓടിക്കുക എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. അത് അങ്ങോട്ട് പോകണം. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവരെന്ത് ചെയ്യുന്നറിയോ? അതെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ കൂടാരത്തിലേക്ക്, തമ്പിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ കല്ലെറിയിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടത്തേക്ക് കയറി ആ വേലിക്കെട്ട് അവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു, അത് കയറി അതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിലേക്ക് നടന്ന ഒരു 500 മീറ്റർ കൂടെ കഴിയുമ്പോൾ ഈ തമ്പിലെത്തും. അതായത് മാക്സിമം 1 കിലോമീറ്റർ നടന്നാൽ മതി. പക്ഷേ അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇതിന് പോയിട്ട് വരുന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈവേയുടെ വീതിയുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത്, ഓരോ നടക്കാനുള്ളത്, അങ്ങോട്ട് പോകാനുള്ളത്. മറ്റേ വശം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുക. അപ്പുറം ഈ വലതുവശം ഇങ്ങനെ കിടപ്പുണ്ട്, നടുക്ക് വേലിക്കെട്ട്. ആ വേലിക്കെട്ടിലെ ഗേറ്റുകളൊക്കെ പൂട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഇതിലേ നടക്കുന്ന എങ്ങനെ ശ്വാസം വിടാൻ ഒക്കത്തില്ല, അതുപോലെ ഞെരുങ്ങി നിൽക്കുകയാണ് ആളുകൾ. ഒരു ഭയപ്പാട് മനസ്സിലുണ്ടാവും. കാരണം എന്തെങ്കിലും ഒന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് സ്റ്റംപീഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആലോചിക്കുകയേ വേണ്ട, ഉണ്ടാവും. അപ്പോൾ അവിടെ ഉള്ള പ്രത്യേകത, നമ്മളിപ്പോൾ ഈ തവാഫ് ചെയ്യുന്നിടത്തായാലും, അതായത് ഈ കാബയെ നടന്നതായാലും, ഈ പറഞ്ഞ സ്ഥലത്തായാലും നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണു പോയാൽ അത് കുനിഞ്ഞെടുക്കാൻ പാടില്ല. എടുക്കാൻ പോയാൽ ആരെങ്കിലും കുനിഞ്ഞു പോയാൽ തീർന്നു. ഒരാൾ വീണാൽ മതി, വീണ് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ദേഹത്തോടങ്ങ് പോവാം, പിന്നെ എല്ലാവരും മറിഞ്ഞു വീഴല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് അവരെന്തുകൊണ്ടാണ് ഗേറ്റ് അടച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആളുകളെ നിയന്ത്രിക്കാനെന്ന് പറയുന്നത് അത് ഒരു അശാസ്ത്രീയമായ ഒരു കാര്യമായിട്ട് എനിക്ക് അന്ന് തോന്നി. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി അവസാനം വളരെ കഷ്ടപ്പെട്ട് അത്രയും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ഗേറ്റ് കണ്ടത്. ആ ഗേറ്റിലൂടെ കയറിപ്പോകാൻ പെട്ട പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സാധനം, അതിനകത്തുള്ള 5-6 പേര് ഒന്നിച്ചാ തള്ളി കയറുന്നത്. കയറി അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ ഇറങ്ങി ഫ്രീ ആയിട്ട് നടന്ന് ഞങ്ങളങ്ങ് പോയി. പിന്നെ 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷേ ഇവിടെ ഒരു 3 മണിക്കൂറോളം ഇവിടെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. അതല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാരണം അവിടെ അപകടം ഉണ്ടാവാതിരിക്കാൻ അവർ ചെയ്യുന്ന മെഷേഴ്സാണ് അതൊക്കെ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ തള്ളിക്കയറി ഇതിൽ കൂടെ പോവും. ആൾക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണമല്ലോ. ഇത് ആഹാരം കഴിക്കാനും ഒക്കെ പട്ടിണിയാണ്. ഈ മറ്റേ അറഫയിൽ നിന്ന് വന്ന് മുസ്തലിഫയിൽ പോയിട്ടൊക്കെ വരുന്നതല്ലേ. അവിടെ നിന്നും ആ മുസ്തലിഫയിലൊന്നും ഫുഡൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. രാത്രിയല്ലേ, പിന്നെ രാത്രിയും പകലും ഒന്നും അറിയത്തില്ല അവിടെ. എപ്പോഴും ഒരുപോലിരിക്കുക. അപ്പോൾ ഇങ്ങനെ വന്ന് പോയി. ഇത് വന്ന് തമ്പിലേക്ക് പോയി. അപ്പോൾ ഈ തമ്പിലേക്ക് പോയിട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ സമ്പന്നരുടെ ഒരു ഗ്രൂപ്പിലാണ് പോയത്. അവിടെ അത് കാരണം ഫുഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംമാതിരിയാണ്. ഏത് തരം ഫുഡും സമയങ്ങളിൽ കിട്ടും, ഇഷ്ടംമാതിരി കിട്ടും. അതിന് ഒന്നുമില്ല, ബന്ധപ്പാടൊന്നുമില്ല. നമുക്ക് വളരെ ലാവിഷായിട്ട് കിട്ടത്തക്കവണ്ണം അവിടെ നമുക്ക് മാത്രമായിട്ട്, ഞങ്ങളുടെ കൂടാരത്തിലേക്ക് മാത്രമായിട്ടുള്ള അടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ ആർക്കും അവിടെ പ്രവേശനമില്ല, അതിനകത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരെങ്കിലും വന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചാലൊന്നും ആരും ഒന്നും പറയത്തില്ല. അങ്ങനെയാണ്.
പിന്നെ അടുക്കി അടുക്കി വളരെ വലിയ ഫ്രിഡ്ജ് ഇങ്ങനെ വെച്ചേക്കാണ്, വലിയ അലമാരകൾ ഫ്രിഡ്ജുകളായിട്ട് വെച്ചേക്കാണ്. അതിനകത്ത് മുഴുവൻ ഈ നമുക്ക് വെള്ളം, അതുപോലെ ഈ സെവനപ്പ്, ഈ തംസപ്പ്, പിന്നെ ഏതാ നമ്മുടെ ഈ മിറിൻഡ, കൊക്കക്കോള, പെപ്സി തുടങ്ങി ഇതേപോലുള്ള എല്ലാ പാനീയങ്ങളും വെച്ചേക്കാണ് ഇഷ്ടമാതിരി. അത് ഇത്രയും തണുപ്പായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല, അതൊന്നും എടുക്കത്തില്ല. പിന്നെ ഇത് പറക്കി കഴിക്കുന്നതിന് പകരം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നമ്മുടെ നെന്മണി നാസർ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് കേട്ടോ, നാസർ ആലുവക്കാരനാണ്. അദ്ദേഹം ഞാനും വേറെ ഞങ്ങൾ 1-2 പേരൂടെ ഞങ്ങൾ ഇത് പറക്കി കൊണ്ടുപോകും. പറക്കി കൊണ്ടുപോയിട്ട് ആ വഴിയിൽ അങ്ങോട്ട് നേരെ ചെല്ലുമ്പോൾ ഒരു പാലമുണ്ട്. ആ ബ്രിഡ്ജിന് താഴെ വളരെ പാവങ്ങളുണ്ട്, അവരിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഞങ്ങൾ ഇത് പറക്കി താഴെ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ അത് നിയമവിരുദ്ധമായിരിക്കും, എനിക്കറിഞ്ഞൂടാ, പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മൾ കുടിക്കുന്നില്ല, പിന്നെ അവർക്കെങ്കിലും ആവട്ടെ. ആഹാരമൊക്കെ അതുപോലെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇത് റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ പ്രായമായ ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ ചിലപ്പം വണ്ടികൾ കൊണ്ടുവന്ന് അടുത്തോട്ട് നിർത്തിയിട്ട് വലിയ പൊതി എടുത്തവരുടെ കയ്യിൽ കൊടുക്കും. അത് മുഴുവനെന്ന് പറയുന്നത് മുഴുവൻ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ അതുപോലുള്ള ബിരിയാണിയൊക്കെയാണ് ഈ പൊതിഞ്ഞു കൊടുക്കുന്നത്. അവരത് ഇങ്ങനെ എടുത്ത് പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ട് താങ്ങി പിടിച്ച് നേരെ കൂടാരത്തിൽ കൊണ്ടുപോകും. എൻ്റെ വാപ്പ പോയപ്പോൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് വഴിയിലൊരു കാർ കൊണ്ടുവന്ന് നിർത്തി ഇതെടുത്ത് കൊടുത്തൊരു വലിയ പൊതി. വളരെ വയസ്സായ സമയത്താണ് പോയത്. അതുകൊണ്ടുവന്ന് അവർ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് തിന്നു. അദ്ദേഹം ഹജ്ജ് ഗ്രൂപ്പിലാണ് പോയത്. ഹജ്ജ് ഗ്രൂപ്പല്ല, അല്ലാതെ വേറെ ഒരു ഗ്രൂപ്പിലാണ് പോയത്. നമ്മുടെ ഗഫാർ മൗലവി അവരോടൊപ്പമാണ് പോയത്. അദ്ദേഹം അമീറായിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് പോയത്. അപ്പോൾ ഇത് നമുക്ക് വലിയ അനുഭവമാണ് നമുക്ക് തരുന്നത്. ഒരു പ്രത്യേക ലോകത്ത് നമ്മൾ കഴിയുക. അത് ഈ കല്ലറയിലും കൂടെ 3 പ്രാവശ്യം ഇത് കഴിയുന്നുണ്ടെങ്കിൽ തീർന്നു. പിന്നെ നമ്മൾ പോകേണ്ടത് ഈ മദീനയിലേക്കാണ് പിറ്റേന്ന്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. ഈ ബക്രീന്ന് പറയുന്നത് നമ്മൾ ഇവിടെയൊക്കെ ആഘോഷിക്കും, പക്ഷേ നമ്മൾ അവിടെ ഇത് അറിയത്ത് പോലുമില്ല. ഇങ്ങനെ നടക്കുന്ന സംഭവം നമ്മൾ അറിയത്തില്ല. ഈ പെരുന്നാൾ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, കാരണം നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ അതേ ദിവസമാണ് നമുക്ക് ഇവിടെ വിടവാങ്ങൽ തവാഫ് നടത്തേണ്ടത്. അതോടൊപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ ബലി കൊടുക്കണം ആടിനെ. അതിന് ഒരാടിനെ കൊടുക്കത്തക്കവണ്ണമുള്ള പണം നമ്മൾ കൊടുത്താൽ മതി. ആ പണം അവിടെ അടച്ച് രസീത് വാങ്ങും. അത് അങ്ങനെ ഒരു ആടിനെ നമുക്ക് വേണ്ടി അറുത്തിരിക്കും അവിടെ, അത് നടന്നിരിക്കും. ഇത് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ കാണുന്നത് ഈ ഹറമിൽ കാണുന്നൊരു കാഴ്ച കൊണ്ട് ആദ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താ സംഭവം. ഇങ്ങനെ പച്ച പതപ്പിച്ച ഒത്തിരി പെട്ടികൾ പോലെ കണ്ടു. അത് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, അവിടെ വരുന്നവർ മരിക്കുന്നവരാണ്, അവരുടെ മയ്യത്താണ് ഈ കാണുന്നതൊക്കെ. അതിന് എല്ലാ നമസ്കാരങ്ങളുടെയും കഴിഞ്ഞ ഉടനെ മയ്യത്ത് നമസ്കാരമുണ്ട്. എപ്പോഴും എല്ലാ നമസ്കാരം കഴിയുമ്പോഴും മയ്യത്ത് നമസ്കാരമുണ്ട്. കാരണം ഇത് ആളുകൾ ഇങ്ങനെ ഒരുപാട് പേര് മരിക്കാറുണ്ട്. കാരണം ഒരുപാട് പ്രായമായ ആളുകളൊക്കെ വരുന്നത്, മരിക്കുന്നവരെ അവിടുന്ന് കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ അടക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാനത് അവിടെ ആ മയ്യത്ത് വാടി ഞങ്ങൾ കാണുകയും ചെയ്തു. ഒരുപാട് അതുപോലെ ഇങ്ങനെ ഓരോ നമ്പർ സ്ഥാപിച്ച് വെച്ചേക്കാണ് മുഴുവൻ. അടുത്തടുത്ത് ഇങ്ങനെ ധാരാളമുണ്ട്, ഒരുപാടുണ്ട്, ലക്ഷങ്ങളാണ് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രത്യേക ലോകത്ത് നമ്മൾ ചെല്ലുകയാണ്. പിന്നെ അത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സിൻഡ്രോം, അതായത് നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ, പല പല രോഗങ്ങളും ഒക്കെ കാണിച്ച് ചിലർക്ക് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ ഞെരുങ്ങി നടക്കല്ലേ, അതുകൊണ്ട് നമുക്കതൊക്കെ ബാധിക്കാം. അതുകൊണ്ടൊക്കെ അതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഫ്ലൂ വാക്സിനും ഒക്കെ എടുത്തിട്ട്, ഞാൻ വിദേശത്തൊക്കെ പോകുന്നതിന് മുമ്പ് അത് എടുക്കാറുണ്ട്. ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും ഞങ്ങൾ എടുക്കും. ഫ്ലൂ വാക്സിൻ, അതുപോലെ ന്യൂമോണിയ വാക്സിൻ, അത് ഒരെണ്ണം എടുത്താൽ മതി. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം എടുത്താൽ മതി. അതൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഒക്കെ നമുക്ക് നിന്ന് കഴിക്കാൻ കുഴപ്പമില്ലാതെ, പ്രശ്നമില്ലാതെ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ബലിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിടവാങ്ങൽ തവാഫാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ആദ്യം നമ്മൾ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മുസ്തലിഫയിൽ നിന്ന് പോയി കഴിഞ്ഞ് ജംറയിൽ കല്ലേറുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഒരു ഉംറ ചെയ്യണം. അവസാനത്തെ ഉംറയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് രണ്ടാമത് ഒരു വിടവാങ്ങൽ തവാഫ് നടത്തണം. വിടവാങ്ങൽ,
അതായത് നമ്മൾ യാത്ര പറയാണ് മക്കയോടെ ഉള്ളത്. പിന്നെ അവിടെ കയറാൻ പാടില്ല, പിന്നെ അങ്ങോട്ട് നോക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ഈ ഈ കബയിലോട്ട് നോക്കാൻ പാടില്ല. അവിടെ വിടവാങ്ങലിൻ്റെ ഈ തവാഫും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വളരെ ക്ഷീണമാവും. കാര്യം ഈ 2 ദിവസം ഉറക്കമെങ്കിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഇവിടോട്ട് പോയി മുറി പോയി കിടന്നങ്ങ് ഉറങ്ങിയതാണ് കേട്ടോ. ഒരു ദിവസം മുഴുവൻ ഉറങ്ങി എന്നുള്ളതാണ്. ഒറ്റ ദിവസം മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഞങ്ങൾ പിന്നെ മദീനയിലേക്കുള്ള യാത്രയാണ്. ഈ മദീനയിലേക്കുള്ള യാത്ര, ഈ 2 സ്ഥലങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ ആളുകളുടെ പെരുമാറ്റത്തിൽ. കാരണം ഇവിടെ ഈ മക്കയിൽ വളരെ സ്ട്രിക്റ്റാണ് അവിടുത്തെ പോലീസുകാരും ഒക്കെ അതിനകത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മയമില്ലാതെ അവർ പെരുമാറുന്നത് ആ രീതിയിലാണ്. എന്നാൽ റെസ്പെക്റ്റ് ഉണ്ട്, ഹാജിന്നേ വിളിക്കുള്ളൂ. പക്ഷേ അവർ പിടിച്ചു മാറ്റുകയും പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്യും. അവർ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. പക്ഷെ മദീനയിലോട്ട് ചെല്ലുമ്പോൾ ഈ സംസ്കാരമല്ല, നേരെ വിപരീതമാണ്. വളരെ ആതിഥ്യ മര്യാദയാണ് അവിടെ. അവർക്ക് ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ആരും അങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ ഒരു കാര്യവും നിയന്ത്രിക്കത്തില്ല അവിടെ, അങ്ങനെ ഒന്നുമില്ല. അത്ര സമാധാനമുള്ളതാണ് മദീന. അതാണ് പണ്ടത്തെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലിന് ഇവിടെ കഴിയാൻ വന്നിട്ട് ഇവിടുന്ന് അദ്ദേഹം പലായനം ചെയ്തതാണ് മദീനയിലേക്ക്. പക്ഷെ അവിടെ ചെന്നിട്ട് അദ്ദേഹം രാജാവായ ആകുകയാണ് അവിടെ. അതാ കാര്യം. ഞങ്ങൾ മദീനയിൽ 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു മദീനയിൽ. നല്ല ആ പള്ളിയിലെ ഓരോ നമസ്കാരത്തിനും വലിയ പ്രതിഫലമാണ് ഉള്ളത്. ഈ ഹറമിലുള്ളതുപോലെ തന്നെ വലിയ പ്രതിഫലമാണ്. അപ്പോൾ അവിടെ മദീനയിൽ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്നാണ് ഞങ്ങൾ തിരികെ വരുന്നത് നാട്ടിൽ. ഇങ്ങനെ നമുക്ക് മദീനയിൽ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് ഫ്ലൈറ്റ്. മദീനയിൽ നിന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ഖത്തർ എയർവേസ് ആയിരുന്നു. ഒമാൻ എയർവേസിലാണ് വന്നത് കേട്ടോ. മദീനയിൽ നിന്ന് മസ്കറ്റ് വന്നു, മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ അതായിരുന്നു ഫ്ലൈറ്റ്. ഒമാൻ എയർവേസ് ആയിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ അവിടെ നമുക്കൊരു നല്ല യാത്രയപ്പാണ് അവർ തരുന്നത്. നമുക്ക് ഖുറാൻ്റെ പകർപ്പുകൾ തരും, നമുക്ക് വേറെ ഓരോ സാധനങ്ങൾ, കുറേ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഗിഫ്റ്റ് തരും. നമുക്ക് നമ്മുടെ ഈ സംസം വെള്ളമൊന്നും നമ്മൾ താങ്ങിയെടുത്തുകൊണ്ട് പോവുകയോ ഒന്നും വേണ്ട. അതൊക്കെ നമ്മുടെ പേരെഴുതി ഒട്ടിച്ച് ആ ഫ്ലൈറ്റിൽ കയറിയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ വന്ന് നമ്മളത് എടുത്തോണ്ടാൽ മതി, അല്ലാതെ ഒന്നും ചെയ്യണ്ട. ആ രീതിയിൽ ഞങ്ങളത് കഴിഞ്ഞ് അവിടെ കയറി വന്നു, തിരിച്ചു വന്നു. അപ്പോൾ ഈ ഹജ്ജിൻ്റെ ചടങ്ങുകളെല്ലാം ഇങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അത് എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പോകാനൊക്കുള്ളൂ. ഹജ്ജിൻ്റെ സമയത്ത് വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല. മാത്രമല്ല ഈ മക്കയിലേക്ക് ഉള്ള യാത്രയെന്ന് പറയുന്നത് തന്നെ മുസ്ലിംസിന് മാത്രമേ മക്കയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ രീതിയിലാണ് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അതുള്ളത്. അവിടെ ഒരു ഹാജി ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഹജ്ജ് പൂർത്തിയാക്കി ഹജ്ജുമയോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു പ്രസവിച്ച് വരുന്ന ഒരു കുഞ്ഞ് കേട്ടോ, ഉമ്മ പെറ്റ് വരുന്ന ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടോ അതേപോലെ അയാളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞിരിക്കും എന്നുള്ളതാണ്. അയാൾ വളരെ ഒരു ലളിത ജീവിതം നയിച്ച് പോണ്ട ഒരാളാണ്. ആ രീതിയിലേക്ക് വരുന്നതാണ്. സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവണം, അതാണ് ആവശ്യം. ഇനി ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഹജ്ജും അതിൻ്റെ നടപടികളും. നമ്മുടെ ബലിപെരുന്നാളുമായിട്ട്, അതായത് വലിയ പെരുന്നാളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ മനസ്സിലെ അഹംഭാവം, അഹങ്കാരം, അഹംബോധം, അതായത് നമുക്ക് പറയാം ഈഗോ എന്ന് പറയുന്ന ഈഗോ, ഇതൊക്കെ ഇല്ലാതാക്കണം. അതെല്ലാം ഇല്ലാതാക്കണം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒന്നിലും ഒന്നുമല്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. ഏത് സമയവും അത് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ എന്നൊരു കാഴ്ചപ്പാട് വേണം. ഇത് നമുക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. പാവങ്ങളെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ആ ബലി കൊടുക്കുന്ന എല്ലാ മൃഗത്തിൻ്റെയും മാംസം ആ പാവങ്ങളിലേക്ക് എത്തുകയാണ് ഒരുപാട് പേർക്ക്. അപ്പോൾ അത് ഒരു വലിയ മഹത്തായ ഒരു കാഴ്ചപ്പാടാണത്. അപ്പോൾ ആ കാഴ്ചപ്പാട് അനുസരിച്ച് മിക്കവാറും
പള്ളികളിലൊക്കെ ഈ ഇതേപോലെ ഈ ബലി നടത്താറുണ്ട്. മൃഗബലി നടത്തും. മൃഗബലി എന്ന് പറയുന്നത് ഈ ഇത് മിക്കവാറും കാളയോ അതായത് പോത്തിനെയോ ഒക്കെ ആയിരിക്കും അറക്കുന്നത്. ആടിനെയൊക്കെ അറുത്ത് മുതലാക്കാൻ ഒക്കത്തില്ല, കാരണം അത്രയും പേർക്കുണ്ട്, അത്രയും കോസ്റ്റ്ലിയാണ് അത്, അല്ലെ അത്രയും തോളം കിട്ടത്തില്ല ഇത് അളവ്. അപ്പോൾ ഇത് കൊടുക്കാറുണ്ട്. ആ കൊടുക്കുന്നതൊക്കെ ഒരുപാട് പേർക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പ്രതിരൂപമാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജും അതുപോലെ തന്നെ ഉള്ള നമ്മുടെ ബലിപെരുന്നാളും. ഈ ഹജ്ജിനകത്തുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ക്ഷമയാണ്. അതൊരുപാട് പഠിക്കും നമുക്ക്. ഈ ലോകത്തെ കഴിഞ്ഞാലുള്ള ജീവിതം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിരിക്കും നമ്മൾ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ പഠനം തന്നെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വലിയ പാഠ്യപദ്ധതി തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പെരുന്നാളെന്ന് പറയുന്നത് ഈ ബലിപെരുന്നാൾ പ്രത്യേകിച്ചും അത് ഒരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പിതൃപുത്ര ബന്ധം, അതായത് പരസ്പര ബന്ധം, മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം അത് ഊട്ടിയുറപ്പിക്കാനുള്ള ഒന്നാകണം ഇത്. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ഈ പെരുന്നാൾ കൊണ്ട് എല്ലാ സഹോദരങ്ങളും, അതായത് ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ, വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പെരുന്നാളിന്, അതായത് വലിയ പെരുന്നാളിൽ നിന്ന് കാണാൻ പറ്റുന്നത് എല്ലാവരും ഒരുപോലാണ്, തുല്യരാണ്. അതിന് ജാതിയോ മതമോ ഒന്നും പ്രത്യേകതയല്ല. എല്ലാവരും തമ്മിൽ അതേപോലെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കഴിയണം. ആ രീതിയിലൊന്നുള്ളത് ഒന്നായിരിക്കണം. ഈ ബലിപെരുന്നാളിൻ്റെ ഈ ആശംസകളായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് തമ്മിൽ സാഹോദര്യം വേണം, പൊതുവായ സാഹോദര്യം. നമ്മുടെ ഭരണഘടന പറയുന്ന കോമൺ ബ്രദർഹുഡ് ഉണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട്. കാരണം നാനാജാതി മതസ്ഥർ താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് പരസ്പര ബന്ധം ഉണ്ടായാൽ മാത്രമേ, അതായത് ഈ പൊതുവായ സാഹോദര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതായിരിക്കണം കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകണം. എല്ലാവരും തുല്യരാണെന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ വേലിക്കെട്ട് കൊണ്ട് നമ്മളെ വേർതിരിക്കാൻ കെട്ടാൻ പാടില്ലെന്നും മനസ്സുകളെ അടച്ചു കെട്ടാൻ പാടില്ലെന്നും എല്ലാവരും ഒന്ന് കാണണം. നല്ല മനസ്സോടുകൂടി സന്തോഷമായിട്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ നമുക്ക് ഈ രാജ്യത്ത് കഴിയാൻ ഉള്ള ഒരു സന്ദേശമാകട്ടെ ഈ ബക്രീദിൻ്റെത് എന്ന് ഞാൻ ആശംസിക്കുന്നു.